ഹായ്, നമുക്കൊരു തട്ടിക്കൂട്ട് എഗ്ഗ് പാസ്ത ഉണ്ടാക്കിയാലോ. ഒരു പാത്രം അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഇത്തിരി ഉപ്പ് ഓയിൽ ഒഴിച്ച് പാസ്ത ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്ടിയിൽ ബട്ടർ ഇട്ട് 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു അരമുറി ക്യാപ്സിക്കും, ഒരു അരമുറി സവോള. നമ്മുടെ അടുത്ത് അത്ര പച്ചക്കറി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അത് കാരണം അത്ര ഇട്ടുള്ളൂ. പിന്നെ നമുക്ക് ആ വാടുന്ന സമയം കൊണ്ട് 3 കോഴിമുട്ട കുക്കറിലൊന്ന് വേവിച്ച് വയ്ക്കാം. അത് വെന്ത് കഴിഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിൽ വേറെ പാത്രം എടുത്തിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 സ്പൂണ് മൈദ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കൈ വിടാൻ പാടില്ല, കട്ട പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ആ ഇളക്കി ഇങ്ങനെ ഇതായി കഴിഞ്ഞ സമയത്ത് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല കട്ടകളൊക്കെ ഉടച്ചെടുത്ത് കുറച്ചീശെ ഇങ്ങനെ പാൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അതിലേക്ക് ഉപ്പും നമ്മൾ ഉണക്കമുളക് ചതച്ചതും പിന്നെ നേരത്തെ ഇതാക്കി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതും കൂടി ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഇളക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചീസ് ഇട്ടിട്ട് ഒന്ന് അങ്ങനെ വെതറി കൊടുത്ത് അടച്ച് വെച്ച് 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ടാണ് ഇതാക്കാൻ പറ്റുള്ളൂ. ചീസ് മൊത്തമായിട്ട് വെതറണം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ച് വെക്കണം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കത് സെർവ് ചെയ്യാം. ഇനി ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുകൊണ്ട്. നല്ല ടേസ്റ്റാണ്.